ഇന്ന് രാവിലെ തന്നെ നല്ല ഉഷാറോട് കൂടിയാണ് കിച്ചണിക്ക് പോയത്. പക്ഷേ മണി പ്ലാന്റ് കണ്ടപ്പോൾ അത്ര ഉഷാറ് തോന്നില്ല കേട്ടോ. ആൾക്ക് നല്ല ക്ഷീണം വന്നിട്ടുണ്ട്. കൈയോടെ തന്നെ അതിൻ്റെ വെള്ളമൊന്നും മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. പുതിയ ഇലകളൊക്കെ വരുന്നുണ്ട്, പക്ഷെ തണ്ടിന് അത്ര ആരോഗ്യം പോരാട്ടോ. എന്തായാലും 2 ദിവസം കൂടി നോക്കാം എന്താവുമെന്ന് അപ്പം അറിയാം. അപ്പോൾ വേഗം പോയി ചായക്കുള്ള വെള്ളം കൂടി വെക്കട്ടെ കേട്ടോ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്നുള്ളത് തലേന്ന് തന്നെ വലിയ പ്ലാനിങ് ഒക്കെ ഉണ്ട്. ഞാൻ ഇഡ്ഡലിക്കുള്ള മാവൊക്കെ ഒന്ന് അരച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ചായക്കുള്ള വെള്ളം വെച്ചിട്ട് വേണം അതൊന്ന് പോയി തുറന്ന് നോക്കാൻ. എല്ലാ പ്രതീക്ഷയോട് കൂടി മാവ് തുറന്നതാണെങ്കിലും ഇവിടെയും എനിക്ക് പ്രതീക്ഷ തെറ്റിട്ടോ. വേണമെങ്കിൽ പൊന്താ എന്നുള്ള മട്ടിൽ അത്ര പൊന്താതെയാണ് ആൾ നിന്നിട്ടുള്ളത്. പിന്നെ ഞാൻ അധികം ഒന്നും വെയിറ്റ് ചെയ്യാൻ നിന്നില്ല കേട്ടോ. ഇനി പൊന്തിയിട്ടും വലിയ കാര്യമൊന്നുമില്ല എന്ന് കരുതിയിട്ട് ഞാൻ വേഗം തന്നെ ഇഡ്ഡലി ഉണ്ടാക്കാൻ നിന്ന്. ഇന്നിപ്പോൾ ഇഡ്ഡലി ആണെന്നുള്ള പ്ലാനിങ് ഇല്ലാത്തതുകൊണ്ട് തന്നെ തലേന്നത്തെ കറി സാമ്പാറായിരുന്നു. അതിന്ന് കുറച്ചെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അതെടുത്ത് ചൂടാക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. വേറെ കറികളൊന്നും ഉണ്ടാക്കേണ്ട കാര്യം വന്നിട്ടില്ലേ. ഇന്നത്തെ രാവിലത്തെ പടികളൊക്കെ ഭയങ്കര എളുപ്പമായിട്ട് തീർന്നു കേട്ടോ. മാവ് പൊന്തിയിട്ടില്ലെങ്കിലും ഇഡ്ഡലിക്ക് കുഴപ്പമില്ല കേട്ടോ, സോഫ്റ്റൊക്കെ ഉണ്ട്. ഇനി ഞാൻ ഓരോന്നോരോന്ന് ചുട്ടെടുക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ.